ജിദ്ദയിലുള്ള ഇക്ബാൽ തില്ലങ്കേരി അറിയാത്തവർ കുറവായിരിക്കും കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ പറന്ന് കയറിക്കൊണ്ടുണ്ടായ ഇക്ബാൽ തില്ലങ്കേരി ജിദ്ദയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ് കേട്ടോ. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വ്യക്തിയാണ്. പല തമാശകളൊക്കെ പറയും. പക്ഷേ ജിദ്ദ സാഗർ ഹോട്ടലിൽ വെച്ചിട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഒരു പന്തയം ഉണ്ടായിരുന്നു. ഒരു വെറ്റടി മത്സരം. കണ്ണൂർ ജില്ലക്കാരോട് വെറ്റടി എന്ന് പറഞ്ഞാൽ അറിയാലോ. പന്തയം ഉണ്ടായിരുന്നു. ഇക്ബാൽ തില്ലങ്കേരി എന്ന് പറഞ്ഞാൽ തന്നെ ഒറിജിനൽ സഖാവാ, അത്രയും ഇതില്ലതാ. പക്ഷെ അദ്ദേഹം ഒരു സാഗർ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പന്തയം ഉണ്ടായി. എന്താണെന്നറിയാം. അതാദ്യം നമ്മളൊന്ന് കണ്ടു നോക്കാം. 4-ാം തീയതി ഇലക്ഷന്റെ വോട്ട് എണ്ണുമ്പോഴേ 102 സീറ്റ് നേടിയിട്ട് ഇടതുപക്ഷം LDF അധികാരത്തിൽ വന്നില്ലെങ്കിലോ എന്റെ ഈ പകുതി ഇങ്ങനെ പഠിച്ചിട്ട് ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കൊടുത്തു. ഞാൻ 5000 റിയാൽ കൂട്ടിയാ പിന്നെ 10000 രൂപ ഞാൻ കൊടുക്കും. 102 സീറ്റ് വന്നിട്ട് അധികാരത്തിൽ സാക്ഷികള് കണ്ടില്ലേ? ഇക്ബാൽ തില്ലങ്കേരി പറഞ്ഞു, അത് പാലിച്ചിട്ടുണ്ട്. കാരണം പക്ഷെ അത് ഇക്ബാൽ തില്ലങ്കേരി പറഞ്ഞത് മാറിപ്പോയി. LDFന് 102 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത് അത് UDFനായിപ്പോയി. പിന്നീട് ഇക്ബാൽ പറഞ്ഞ വാക്ക് പാലിച്ചു. അതാദ്യം നിങ്ങളൊന്ന് കാണട്ടെ, അതും കൂടി ഒന്ന് കാണാം. LDF 102 സീറ്റ് നേടി അധികാരത്തിൽ വരില്ലെങ്കിൽ ഞാൻ ഈ ഭാഗത്തുള്ള മുടിയും ഈ മീശ പകുതിയും ഈ താടിയും എടുത്തുകൊണ്ട് സാഗർ റെസ്റ്റോറൻറ്റിൽ കൂടി നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ മുടി, താടി, മീശ ഇത് പകുതി എടുക്കാൻ വേണ്ടി ഞാൻ ഇതാ നമ്മളെ അഷ്റഫിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങുകയാണ് കേട്ടോ. ഒട്ട പകുതി അടിച്ചിട്ട് സാഗറിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് 102 കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ നടക്കുന്നു. ഓക്കെ, 102 സീറ്റ് നേടി ഇടതുപക്ഷ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ തല തിരിഞ്ഞു. എന്താ ചെയ്യുന്നത്? അപ്പൊ പകുതി അന്റെ തടിയും തിരിഞ്ഞു. ഒന്നുകൂടെ പറയാം. ആ ഡയലോഗ് ഒന്നുകൂടെ പറയും. 102 സീറ്റ് നേടിക്കൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വന്നില്ല എങ്കിൽ കിട്ടി. അവർ 15000 റിയാൽ എനിക്ക് തരും എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, നിങ്ങൾ പകുതി മുടിയും പകുതി മീശയും പകുതി താടിയും പഠിച്ച മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ക്ലിയർ ചെയ്തു. സഖാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പാലിക്കുന്നവരാണ്. വാക്ക് പാലിച്ചു. 100 പകുതി മൊട്ടയും പകുതി മീശയും പകുതി താടിയും പഠിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുമാതിരി സഖാവ് ഞാൻ ഇതുവരെ ഓക്കെ. പാകിസ്ഥാനികൾ തന്നെ പറയുന്നത് ഹിന്ദി അതാ മോഡൽ ജദീദ് എന്നാ പറയുന്നത്. മോഡൽ ജദീദ് നിങ്ങൾ കണ്ടല്ലേ? ഇതാണ് ഇക്ബാൽ തില്ലങ്കേരി. പറഞ്ഞു, അത് ചെയ്തു, അവിടെ മുന്നിൽ നടന്നു, ആ ഹോട്ടലിലേക്ക് പോയി, ഒക്കെ നടന്നു. അതാണ് ഇക്ബാൽ തില്ലങ്കേരി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതാണ് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയോടുള്ള ആ ത്രില്ല്, അല്ലെങ്കിൽ ആ പാർട്ടിയാണ് അവൻ്റെ ജീവൻ. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി അവൻ പറഞ്ഞു, അത് പാലിച്ചു. അതാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ. പിന്നൊന്ന്, അത് കോടിയേരിൻ്റെ പാർട്ടിക്കാരനാണ് കേട്ടാ ഇക്ബാൽ തില്ലങ്കേരി. പിണറായിൻ്റെതല്ല, കോടിയേരി ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ തോക്കൂല. അതൊന്ന് പാർട്ടിക്കാർ ഇക്ബാലിനെ പോലെയുള്ളവർ ഒന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക.